നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2026 ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 28 വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ്റെ ടൈമാണ് മാർച്ച് 29 വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും തന്നെ നിൽക്കരുത്. ഒരു 28-ാം തീയതിക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. 2 വട്ടം ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണോ കൊടുക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ SSLC ബുക്ക്, നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ടും വേണ്ടതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ അടുത്ത് ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ അത് മാത്രമല്ല, സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് 3 വർഷത്തോളം പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട് തന്നെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരാണെങ്കിലും എടുത്തിട്ടുള്ള സബ്ജക്റ്റ് അവർക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ സബ്ജക്റ്റ് ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് 3 വർഷത്തോളമുള്ള കോഴ്സാണ്. അപ്പം ഈ ഒരു 3 വർഷത്തിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാം ഒക്കെ ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സബ്ജക്റ്റ് ഒക്കെ എല്ലാവരും ചൂസ് ചെയ്യുമ്പോൾ 1-2 തവണ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രജിസ്ട്രേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈമിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബുക്സും അതുപോലെ തന്നെ നിങ്ങളുടെ ID കാർഡൊക്കെ പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ആരും വൈകരുത്. പ്രോപ്പർ ടൈമിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. 28-ാം തീയതിക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. 29-ാം തീയതി നമുക്ക് സൺഡേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 28-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത്. നമുക്ക് ഈ ഒരു സൈറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോഴും അതുപോലെ മൊബൈൽ നമ്പറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഡേറ്റ് ഒരിക്കലും മാറിപ്പോകരുത്. നമുക്ക് 28-ാം തീയതിയാണ്. മാക്സിമം 28-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.